SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീ നാരായണ ദർശനോത്സവം ആരംഭിച്ചു. പറവൂർ SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീ നാരായണ ദർശനോത്സവം മെയ് 1, 2, 3 തീയതികളായി നടത്തപ്പെടുകയാണ്. ദർശനോത്സവത്തിന്റെ ആദ്യ ദിനമായ മെയ് 1 തീയതി രാവിലെ 6:30 ഗണപതി ഹോമം, ശാന്തി ഹവനം, ഹോമമന്ത്രാർച്ചന, ഗുരുപൂജ, കുടുംബ ഐശ്വര്യ പൂജ എന്നീ പൂജാകർമ്മങ്ങൾ SNDP യൂണിയൻ വൈദിക യോഗത്തിന്റെ കാർമ്മികത്തിൽ നടന്നു. രാവിലെ 9 മണിക്ക് യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ പതാക ഉയർത്തിയതോടുകൂടി ദർശനോത്സവം 2026 കൊടിയേറി. രാവിലെ 9:30 ബിജു പുളിക്കലടുത്ത് പ്രഭാഷണം നടത്തി. 11 മണിക്ക് ദർശനോത്സവ ഉദ്ഘാടന സമ്മേളനം ബാലജനയോഗത്തിന്റെ നേതൃത്വത്തിലെ ഗുരുസ്മരണയോടുകൂടി ആരംഭിച്ചു. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ കൺവീനർ ഷൈജു മലക്കപ്പടി സ്വാഗതം പറഞ്ഞു. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ദർശനോത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു അനുഗ്രഹ പ്രഭാഷണവും SNDP യോഗം കൗൺസിലർ ES ഷീബ ടീച്ചർ മുഖ്യപ്രഭാഷണവും SNDP യോഗം ഡയറക്ടർ PS ജയരാജ് ദർശനോത്സവ സന്ദേശവും നൽകി. SNDP യോഗം ഡയറക്ടർ MB ബിനു ഗുരുദേവ സന്ദേശവും യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ D ബാബു സംഘടനാ സന്ദേശവും നൽകി സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ പട്ടണം, ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന സജീവ്, ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി ജോളി, കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസീല ബെന്നി, പറവൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG ഹരിദാസൻ, പറവൂർ മുനിസിപ്പൽ മുൻ പ്രതിപക്ഷ നേതാവ് TV നിതിൻ, BDJS സംസ്ഥാന സെക്രട്ടറി AB ജയപ്രകാശ്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ D പ്രസന്നകുമാർ, കണ്ണൻ കൂട്ടുകാട്, KB സുഭാഷ്, VN നാഗേഷ്, എംപ്ലോയീസ് ഫോറം സെക്രട്ടറി NK സജീവ്, യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം അഖിൽ ബിനു, എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് ഡയറക്ടർ പ്രസിഡന്റ് ഡോക്ടർ ശൈലേഷ്, പെൻഷനേഴ്സ് ഫോറം സെക്രട്ടറി ലിസി ടീച്ചർ, വൈദിക യോഗം പ്രസിഡന്റ് അഖിൽ ശാന്തി, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അഭിഷേക് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വനിതാ സംഘം പ്രസിഡന്റ് ഷൈജ മുരളീധരൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ഉച്ചയ്ക്ക് 2 മണിക്ക് സൗമ്യ അനിരുദ്ധന്റെ പ്രഭാഷണവും തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. വൈകിട്ട് 6 മണിക്ക് പൂജാ സമർപ്പണത്തോടുകൂടി ദർശനോത്സവ സമ്മേളനം സമാപിച്ചു. കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ചെറിയ കോടതി മുതൽ ഇവര് കേസ് നമ്മളെ കൊടുത്ത് എങ്ങനെയും ഇലക്ഷൻ നടത്താതെ സംഘടനയെ തകർക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്ക് എന്നേക്കുമായിട്ടുള്ള അവരുടെ ഈ പറയുന്ന കളിക്കുള്ള അവസാനമാണ് ഗുരുദേവ നിശ്ചയം കൊണ്ട് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ SNDP നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഗുരുവിന്റെ നിശ്ചയമാണ്. കാരണം നമുക്ക് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് കംപ്ലീറ്റ് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ യൂണിയനിൽ തന്നെ നമ്മുടെ യൂണിയന്റെ നേതാക്കന്മാരായിട്ടിരുന്ന മാന്യന്മാര് അടിച്ചുകൊണ്ടുപോയ പണത്തെ കുറിച്ച് ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരാണ്. ഇങ്ങനെ കേരളത്തിൽ കുറെ കള്ളന്മാരുണ്ട്. ഏതാണ്ട് ഒരു 8-10 യൂണിയനുകളിൽ ഇതുപോലെ സാമ്പത്തിക ക്രമക്കേട് പണം അടിച്ചുകൊണ്ട് പോയ ആളുകളുണ്ട്. പക്ഷെ അവർക്കെതിരെ നടപടിയെടുക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് പല നിയമത്തിന്റെ ആനുകൂല്യങ്ങളും നമ്മുടെ SNDP യോഗത്തിന്റെ ബൈലോയുടെ പഴുതുകളുമെല്ലാം അവരുപയോഗിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന നമ്മൾ കാണുന്നവരാണ്. നിങ്ങളുടെ യൂണിറ്റ് തന്നെ എത്ര കോടി രൂപ ഈ കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന നേതാവ് എടുത്തുകൊണ്ട് പോയെന്ന് അറിയാവുന്നവരാണല്ലോ നിങ്ങളൊരു. ന്യൂസ് ബ്യൂറോ, പറവൂർ. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.